കൊളംബിയയെ പിടിച്ചുലച്ച ഭൂകമ്പത്തിൽ മരണസംഖ്യ 250 കടന്നു. 2600ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4000ഓളം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഭൂകമ്പത്തിന് പിന്നാലെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭൂകമ്പം ദുരിതം വിതച്ച മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഐസൺ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഐസൺ, ഏതാണ്ട് 4000ഓളം പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ മരണസംഖ്യയിൽ വലിയ കുതിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായും പ്രജിത്ത്, 4000ഓളം പേരെ കാണാനില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ 250 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, മരണം സ്ഥിരീകരിക്കുമ്പോൾ ആ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് മരണം സ്ഥിരീകരിക്കുക. സ്വാഭാവികമായും ഭൂകമ്പം പോലുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ കാണാതാവുകയും കണ്ടെത്തിയാൽ തന്നെ കണ്ടെത്തുന്നവരുടെ മൃതദേഹങ്ങൾ തന്നെ കൃത്യമായി ആരുടേതെന്ന് കണക്കാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം, മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രതിസന്ധികൾ ഈ ദുരന്തമുഖത്ത് നേരിടുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 4000ഓളം പേരെ കാണാതായി എന്ന് പറയുന്നത് അതീവ ഗൗരവമർഹിക്കുന്നൊരു വിഷയമായി മാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 4000ഓളം പേരെ കാണാതായി. ഏതാണ്ട് 2000-ന് താഴെ ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. 10-ാം തീയതി രാത്രിയാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. റിക്ടറിൽ 7.4 രേഖപ്പെടുത്തിയ ഭൂകമ്പം കഴിഞ്ഞ 100 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ശക്തമായൊരു ഭൂകമ്പമാണ് കൊളംബിയയെ പിടിച്ചുലച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ആഘാതം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച്, പശ്ചാത്തലമനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇന്ന് അബിലാഡോയുടെ എസ്പ്രിൽ, ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും അതുപോലെ തന്നെ ബജറ്റ് റിവൈസ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിൻ്റെ ഒരു കണക്ക് വെച്ച് നിലവിലെ ദുരന്തങ്ങളെ നേരിടാൻ സാധ്യമാകാത്തൊരു സാഹചര്യമുള്ളപ്പോൾ അത് റിവൈസ്ഡ് ബജറ്റ് ഉടൻ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അബിലാഡോയുടെ എസ്പ്രിയയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക.